أعوذ بالله من الشيطان الرجيم بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള തജ്വീദ് പഠിതാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നൂനുസാക്കിന, എന്താണ് തൻവീന എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇഖ്ഫ എന്താ എന്നുള്ളതും അതിൻ്റെ 2 ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇഖ്ഫാഉം ബിഗുന്ന അവസാനിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ വരുന്ന ക്ലാസ്സുകളിൽ ഓരോരോ സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ നമ്മളതിനെക്കുറിച്ച് വീണ്ടും സൂചിപ്പിക്കും. വീണ്ടുമുള്ള ആവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് തജ്വീദിനോടുള്ള ഒരു ഇഷ്ടവും അത് പഠിക്കാനുള്ളൊരു താല്പര്യവും നമുക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്ത് സൂറത്തു സൽസലയിലെ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് തജ്വീദിൽ നിന്ന് ഒരു നിയമം മാത്രം നമ്മളവിടെ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് തൻവീനെന്നും എന്താണ് നൂനുസാക്കിനയെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു നിയമം പഠിപ്പിച്ചു തരികയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. യൗമഇദി യസ്ദുറു, യൗമഇദി യസ്ദുറു. അതേപോലെ തന്നെ ഫമൻ യഅമൽ. അപ്പോൾ ഇവിടെ തൻവീനിനു ശേഷം യാ വന്നാൽ, അല്ലെങ്കിൽ നൂനുസാക്കിനക്ക് ശേഷം, ഇവിടെ 2 നിയമം വന്നിട്ടുണ്ട്. തൻവീനിനു ശേഷം യാ വന്നാൽ, അല്ലെങ്കിൽ നൂനുസാക്കിനക്ക് ശേഷം യാ വന്നാൽ അവയെ ഉന്നത്ത് സഹിതം ഇദ്ഗാം ചെയ്യണം, അഥവാ മണിപ്പിച്ചുകൊണ്ട് കൂട്ടി ലയിപ്പിക്കണം. എന്തിനെയാണ് കൂട്ടി ലയിപ്പിക്കേണ്ടത്? ആ നൂനുസാക്കിനയോട് യാഇനെ കൂട്ടി ലയിപ്പിക്കണം. മനസ്സിലായോ? അപ്പം നൂനിൻ്റെ സൗണ്ട് വരൂല. നൂനുസാക്കിനയുടെ ആ സൗണ്ട് വരാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇദ്ഗാമും ബിഗുന്ന. മനസ്സിലായോ? നൂനുസാക്കിനക്ക് ശേഷം യാ വന്നാൽ അവയെ ഉന്നത്ത് സഹിതം ഇദ്ഗാം ചെയ്യണം, അഥവാ മണിപ്പിച്ചുകൊണ്ട് കൂട്ടിലയിപ്പിക്കണം. എങ്ങനെയാണ് നമ്മളത് കൂട്ടിലയിപ്പിക്കുക? യൗമഇദി യസ്ദുറു, യൗമഇദി യസ്ദുറു. അതേപോലെ തന്നെ ഫമൻ യഅമൽ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.